നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എല്ലാ പ്രമുഖ കമ്പനികളുടെയും കാർഷിക യന്ത്രോപകരണങ്ങൾ ഇനി AN ഏജൻസീസിൽ നിന്ന്. AN ഏജൻസീസ്, പുളിക്കൽ ബിൽഡിംഗ്, ബൈപ്പാസ് റോഡ്, ഇടുക്കി കവല, കട്ടപ്പന. അംഗപരിമിതിയായ യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ പ്രതിക്ക് 10 വർഷം കഠിന തടവും 2 ലക്ഷം രൂപ പിഴയും. തൊടുപുഴ അഡീഷണൽ സെഷൻസ് ജഡ്ജി ലൈജമോൾ ഷെരീഫ് ശിക്ഷിച്ചത് കോതമംഗലം കവളങ്ങാട് കല്ലിങ്കൽ ഷിബു ആന്റണിയെ. കട്ടപ്പന നഗരസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ വാക്കുതർക്കത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് വെട്ടേറ്റു. പരിക്കേറ്റത് കുന്തളമ്പാറ വട്ടുകുന്നിൽപ്പടി പുത്തൻപുരയ്ക്കൽ പ്രിൻസിന്. ഇയാളെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സുഹൃത്തുക്കളെ വിശ്വസിപ്പിക്കാൻ മുള്ളംപന്നിയുടെ ഇറച്ചിക്കൊപ്പം മുള്ളും സൂക്ഷിച്ച അന്യസംസ്ഥാന തൊഴിലാളി പിടിയിൽ. കട്ടപ്പന പോലീസ് പിടികൂടിയത് ബീഹാർ സ്വദേശിയായ തൊഴിലാളിയെ. ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ് ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം തൊടുപുഴ മങ്ങാട്ടുകവരയിൽ നടന്നു. ജീവിതശീല രോഗങ്ങളിൽ നിന്ന് കുട്ടികളെയും യുവജനങ്ങളെയും രക്ഷിക്കേണ്ടത് സമൂഹത്തിന്റെ കൂട്ടായ ചുമതലയാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ. വിശദമായ വാർത്തകളിലേക്ക്. അംഗപരിമിതിയായ യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ പ്രതിക്ക് 10 വർഷം കഠിന തടവും 2 ലക്ഷം രൂപ പിഴയും. കോതമംഗലം കവളങ്ങാട് കല്ലിങ്കൽ ഷിബു ആന്റണിയെയാണ് തൊടുപുഴ അഡീഷണൽ സെഷൻസ് ജഡ്ജി ലൈജമോൾ ഷെരീഫ് ശിക്ഷിച്ചത്. ശാന്തൻപാറ സ്വദേശിനിയായ അതിജീവിത അരയ്ക്ക് താഴേക്ക് സ്വാധീനം നഷ്ടപ്പെട്ട കിടപ്പ് രോഗിയാണ്. നിർധന കുടുംബാംഗമായ ഇവരെ പാരമ്പര്യ തിരുമ ചികിത്സയിലൂടെ സുഖപ്പെടുത്താമെന്ന് വിശ്വസിപ്പിച്ച് അടുത്തുകൂടിയ ഷിബു വീട്ടിലാരും ഇല്ലാതിരുന്ന സമയം യുവതിയെ പീഡിപ്പിക്കുകയായിരുന്നു. പെൺകുട്ടി ഗർഭിണിയായപ്പോൾ വിവാഹം കഴിച്ച് സംരക്ഷിക്കാമെന്ന് വീട്ടുകാരെയും യുവതിയെയും വിശ്വസിപ്പിച്ച പ്രതി യുവതിയെ പ്രസവത്തിന് അഡ്മിറ്റാക്കിയ സമയം പണവുമായി എത്താമെന്ന് പറഞ്ഞ് കടന്നുകളയുകയായിരുന്നു. അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ VS അഭിലാഷാണ് കേസിൽ ഹാജരായത്. ശാന്തൻപാറ SHOമാരായിരുന്ന TA യൂനസ്, CR പ്രമോദ് എന്നിവരാണ് കേസ് അന്വേഷണം പൂർത്തിയാക്കിയത്. അതിജീവിതയുടെയും സാമൂഹ്യ പ്രവർത്തകയായ അങ്കണവാടി ജീവനക്കാരിയുടെയും മൊഴികളാണ് കേസിൽ നിർണായകമായത്. കട്ടപ്പന നഗരസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ വാക്കുതർക്കത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് വെട്ടേറ്റു. കുന്തളമ്പാറ വട്ടുകുന്നിൽപ്പടി പുത്തൻപുരയ്ക്കൽ പ്രിൻസിനാണ് തലയ്ക്ക് വെട്ടേറ്റത്. പ്രിൻസിനെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച രാത്രിയിലാണ് സംഭവം നടന്നത്. പ്രിൻസ് കട്ടപ്പനയിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ വട്ടുകുന്നേൽപ്പടിയിൽ CPM ബ്രാഞ്ച് സെക്രട്ടറിയുടെ അനുജനുമായി പടക്കം പൊട്ടിച്ചതുമായി ബന്ധപ്പെട്ട് വാക്കുതർക്കം ഉണ്ടായിരുന്നു. ഇതറിഞ്ഞുകൊണ്ടെത്തിയ CPM ബ്രാഞ്ച് സെക്രട്ടറി വിഷ്ണു വാക്കത്തിയുമായി ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പരാതി. തുടർന്ന് പ്രിൻസിനെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി നേതാക്കൾ പറഞ്ഞു. ഒരു വധശ്രമ ലെവലിൽ തന്നെയാണ് ഇന്നലത്തെ ആക്രമണം അവിടെ ഉണ്ടായത് എന്ന് പറയുന്ന ഒരു വാർഡിൽ ജയിച്ചപ്പോൾ തന്നെ ഈ CPMന്റെ പ്രാദേശിക നേതാക്കന്മാർ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അവർ ഉരുത്തിരിഞ്ഞ് പൊട്ടിപ്പുറപ്പെടുന്നുണ്ടെങ്കിൽ ഈ മുനിസിപ്പാലിറ്റിയിൽ ഇവർക്ക് അധികാരം ലഭിച്ചിരുന്നെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും ജനങ്ങൾക്ക്, സാധാരണപ്പെട്ട പ്രവർത്തകർക്ക് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടെന്നുള്ള കാര്യം അവർ മനസ്സിലാക്കണം. വളരെ അടിയന്തരമായി CPMന്റെ നേതാക്കന്മാർ ഇത്തരത്തിലുള്ള ആൾക്കാരെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയും ഇവർക്കെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുകയും ശക്തമായി ഇത് സംബന്ധിച്ചുള്ള CPMന്റെ പ്രതികരണം ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ പ്രവർത്തകർക്കിടെ ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചാൽ അത് ശക്തമായിട്ട് മുൻകരുതലെടുക്കുവാൻ കോൺഗ്രസ് പാർട്ടി നിർബന്ധിതരാകും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആക്രമണ പ്രവർത്തനങ്ങളിൽ നിന്നും CPM ഒഴിഞ്ഞു മാറണമെന്നാണ് കോൺഗ്രസ് പാർട്ടിക്ക് ആവശ്യപ്പെടുവാനുള്ളത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ വിഷ്ണുവിനെ കട്ടപ്പന പോലീസ് കസ്റ്റഡിയിലെടുത്തു. കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി PJ ബാബുവിന്റെ മകനാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ പ്രിൻസ്. യാതൊരു പ്രകോപനവുമില്ലാതെ പ്രിൻസിനെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്ക് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുമെന്ന് മണ്ഡലം പ്രസിഡന്റ് സിച്ചു ചക്കുമൂട്ടിൽ അറിയിച്ചു. സുഹൃത്തുക്കളെ വിശ്വസിപ്പിക്കാൻ മുള്ളംപന്നിയുടെ ഇറച്ചിക്കൊപ്പം മുള്ളും സൂക്ഷിച്ച ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. ബീഹാർ സ്വദേശിയായ തൊഴിലാളിയെയാണ് കട്ടപ്പന പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസമാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. ബീഹാർ ബെൽക്ക മഞ്ചൂർ കോള സ്വദേശി ശിലാസ് എംബാറാമിന് തൂക്കുപാലം കുഴിപ്പട്ടിക്ക് സമീപത്ത് വെച്ച് വാഹനമിടിച്ചു ചത്ത നിലയിൽ മുള്ളംപന്നിയെ കിട്ടുകയായിരുന്നു. മുള്ളൻപന്നിയെ താമസ സ്ഥലത്ത് എത്തിച്ച കറി വയ്ക്കുന്നതിനായി ഒരുക്കി. തുടർന്ന് കട്ടപ്പനയിലുള്ള സുഹൃത്തുക്കളെ ഇറച്ചി ലഭിച്ച വിവരമറിയിച്ചെങ്കിലും അവർ മുള്ളൻപന്നിയുടെ ഇറച്ചിയാണെന്ന് വിശ്വസിച്ചില്ല. ഇതോടെ സുഹൃത്തുക്കളെ വിശ്വസിപ്പിക്കുകയും ഇറച്ചി പാകം ചെയ്ത് കഴിക്കുകയും ചെയ്യുന്നതിനായി കട്ടപ്പനയ്ക്ക് ഇറച്ചിയും ചാക്കിലാക്കി പുറപ്പെട്ടു. വിശ്വാസ്യത നേടിയെടുക്കാനായി മുള്ളൻപന്നിയുടെ മുള്ളുകളും ഇറച്ചിക്കൊപ്പം സൂക്ഷിച്ചു. കട്ടപ്പനയിൽ പോലീസിന്റെ പ്രത്യേക പരിശോധന നടക്കുന്നതിനിടയിൽ ചാക്ക് ശ്രദ്ധിക്കപ്പെടുകയും ഇറച്ചി കണ്ടെത്തുകയുമായിരുന്നു.
പോലീസ് വനംവകുപ്പ് കുമളി റേഞ്ച് ഓഫീസിൽ വിവരമറിയിക്കുകയും തുടർന്ന് ഇറച്ചിയും പ്രതിയെയും കൈമാറുകയും ചെയ്തു. 5 കിലോയോളം മുള്ളൻ പന്നിയുടെ ഇറച്ചിയും മുള്ളുകളും ഇറച്ചി പാകപ്പെടുത്തുവാൻ ഉപയോഗിച്ച വാക്കത്തി, കത്തി, ചാക്ക് എന്നിവയും വനംവകുപ്പ് പിന്നീട് നടത്തിയ തെരച്ചിലിൽ കണ്ടെടുത്തു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ആദിവാസി വിഭാഗങ്ങളിൽ നിന്നും കേരളത്തിൽ ജോലിക്കായി എത്തുന്നവർക്ക് വന്യജീവി നിയമത്തെക്കുറിച്ചുള്ള കൃത്യമായ അറിവില്ലെന്നും തൊഴിലുടമകൾ വന്യജീവി സംരക്ഷണ നിയമത്തെക്കുറിച്ച് ഇവർക്ക് അവബോധം നൽകണമെന്നും വനംവകുപ്പ് അധികൃതർ ആവശ്യപ്പെട്ടു. ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് കുട്ടികളെയും യുവജനങ്ങളെയും രക്ഷിക്കേണ്ടത് സമൂഹത്തിന്റെ കൂട്ടായ ചുമതലയാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ. ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ് ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം തൊടുപുഴ മങ്ങാട്ടുകവലയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. ആരോഗ്യമുള്ള തലമുറയാണ് നാടിന്റെ സമ്പത്ത്. എന്നാൽ മാറിവരുന്ന ഭക്ഷണ രീതികളും വ്യായാമക്കുറവും കാരണം നമ്മുടെ കുട്ടികളും യുവജനങ്ങളും ഗുരുതരമായ ജീവിതശൈലി രോഗങ്ങളുടെ അടിമകളാകുന്നു. ഇന്ന് കേരളത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും പ്രമേഹ രോഗ സാധ്യതയുണ്ടെന്നത് ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളെക്കുറിച്ചും വ്യായാമത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും കുട്ടികൾക്കും യുവജനങ്ങൾക്കും അവബോധം നൽകണമെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ പറഞ്ഞു. ജീവിതശൈലി രോഗങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടുന്നതിന് പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്നതാണ് ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ് ക്യാമ്പയിൻ. ക്യാമ്പയിന്റെ ഭാഗമായി തൊടുപുഴ മങ്ങാട്ടുകവല പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച റാലി തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ആരോഗ്യ പ്രവർത്തകർ, യുവജനങ്ങൾ, കുട്ടികൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, പൊതുജനങ്ങൾ തുടങ്ങിയവർ റാലിയിൽ പങ്കെടുത്തു. കേരള കരാട്ടെ അസോസിയേഷൻ ഇടുക്കി ജില്ലാ ടെക്നിക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനുവരി 3-ാം തീയതി കട്ടപ്പനയിൽ ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കും. CSI ഗാർഡനിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി നിർവഹിക്കും. കട്ടപ്പന CSI ഗാർഡനിൽ വെച്ചാണ് 46ാമത് ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. 200-ലധികം മത്സരാർത്ഥികൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും. ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കേരള കരാട്ടെ അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 2026 ജനുവരി 3 ശനിയാഴ്ച 8 AM മുതൽ കട്ടപ്പന CSI ഗാർഡനിൽ വെച്ച് 46ാമത് ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് നടത്തപ്പെടുകയാണ്. 200-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ചാമ്പ്യൻഷിപ്പിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി ഉദ്ഘാടനം നിർവഹിക്കുന്നു. ജില്ലാ കരാട്ടെ അസോസിയേഷൻ പ്രസിഡന്റ് ബിനു കുര്യൻ അധ്യക്ഷത വഹിക്കും. നഗരസഭാ കൗൺസിലർ സോണിയ JB മുഖ്യപ്രഭാഷണം നടത്തും. നഗരസഭാ കൗൺസിലർ VR സജി, സബ് ഇൻസ്പെക്ടർ KG രാജ്നാഥ്, ഫാദർ ബിനോയ് P ജേക്കബ്, അസോസിയേഷൻ സെക്രട്ടറി MK സലീം, സുധി കട്ടപ്പന തുടങ്ങിയവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ PA സുഭാഷ്, ബിനു കുര്യൻ എന്നിവർ പങ്കെടുത്തു. കട്ടപ്പന സാഗര ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഗ്ലോറിയ സീൻസ് പാർക്കിൽ നഗരസഭാ ചെയർമാനും കൗൺസിലർമാരും സന്ദർശനം നടത്തി. പ്രശാന്തസുന്ദരമായ അന്തരീക്ഷമാണ് പാർക്കിൽ ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു സംരംഭമാണിതെന്ന് നഗരസഭാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി പറഞ്ഞു. ഗ്ലോറിയ സീൻസിൽ മുതിർന്നവർക്കും കുട്ടികൾക്കുമായി ഒട്ടേറെ വിനോദോപാധികളാണ് ഒരുക്കിയിരിക്കുന്നത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ ഇടത്താവളമായ കട്ടപ്പനയിൽ കുട്ടികൾക്ക് കളിക്കാനും മുതിർന്നവർക്ക് വിശ്രമിക്കാനും ഇടമൊരുക്കിയാണ് ഗ്ലോറിയ സീൻസ് പ്രവർത്തിക്കുന്നത്. 4 ഏക്കറോളം സ്ഥലത്തായി നിർമ്മിച്ചിരിക്കുന്ന പാർക്കിൽ 3 തലമുറകൾക്ക് ഒരേ സമയം ഒത്തുകൂടി സമയം ചെലവഴിക്കാവുന്ന വിധത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വളരെ ഒരു ദീർഘവീക്ഷണത്തോടും ഭാവനയോടും കൂടി ആണ് ഈ ഒരു പാർക്ക് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. എല്ലാ തരത്തിലുള്ള ആളുകൾക്കും ഒരു ആകർഷണം തോന്നത്തക്ക നിലയിൽ എന്ന് പറഞ്ഞാൽ കൊച്ചു കുഞ്ഞുങ്ങൾക്കും കൊണ്ടൊരു ചെറുപ്പക്കാർക്കും അതോടൊപ്പം തന്നെ പ്രായമായ ആളുകൾക്കൊക്കെ ഒരു സ്വീകാര്യമായിട്ടുള്ള ആ ഒരു അറേഞ്ച്മെൻറ്റ്സാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് തീർച്ചയായും അതൊരു ഭാവനയോടുകൂടിയുള്ള ഒരു സജ്ജീകരണമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ നാട്ടിൽ ആളുകൾ എപ്പോഴും നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, കട്ടപ്പനയിലെ ഒന്ന് ഫ്രീ ആയിട്ട് പോയി ഇരിക്കാനായിട്ടൊരു സ്ഥലം എവിടെയാണ്, പിള്ളേരെയും കൊണ്ടൊന്ന് പുറത്തോട്ട് പോകാനായിട്ടുള്ളൊരു സ്ഥലം എവിടെയാണ് എന്നൊക്കെ നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്കതിനൊരു ഉത്തരം പറയാനില്ലായിരുന്നു. എന്നാൽ ചാക്കോച്ചന് ഇത്തരത്തിലുള്ള ഒരു സംരംഭത്തിന് നേതൃത്വം കൊടുത്തപ്പോൾ ആ ചോദ്യങ്ങൾക്ക് നമുക്കൊരു ഉത്തരവുണ്ടായി. എന്ന് പറഞ്ഞാൽ ഗ്ലോറിയ ഗ്രീൻസിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്ന് പറയുവാനായിട്ട് കഴിയും. നമ്മുടെ ഇവിടെയുള്ള ഡോക്ടർമാർ അതോടൊപ്പം തന്നെ മറ്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ചോദിക്കുന്നൊരു ചോദ്യം, ഒരു ശനിയാഴ്ച അല്ലെങ്കിൽ ഒരു അവധി ദിവസം വന്നാൽ ഞങ്ങൾ ഈ കുട്ടികളെയും കൊണ്ടൊക്കെ ഒന്ന് പുറത്തോട്ട് എവിടെ പോകാനാണ് കട്ടപ്പനയിൽ സൗകര്യം നമ്മളോട് ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു ഉത്തരമായിട്ട് ഈ സംരംഭം ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് ഇത്രയും ഒരു പണം മുടക്കി വളരെ ഭാവനയോടുകൂടി ഈ ഒരു സംരംഭം
ഇവിടെ പൂർത്തിയാക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത ശ്രീ ചാക്കോച്ചനെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. 250-ലേറെ പക്ഷികളുടെയും ആഫ്രിക്കൻ ആന ഉൾപ്പെടെ 7 ആനകൾ, ജിറാഫുകൾ, കടുവ, ഡൈനോസർ, മാൻ, ചിമ്പാൻസി, കുതിര, പശു, പോത്ത്, പക്ഷികൾ തുടങ്ങിയ വന്യമൃഗങ്ങളുടെ പ്രതിമകളും ആകർഷകമായ രീതിയിൽ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. പാർക്കിലെ വാച്ച് ടവറിൽ കയറി നിന്നാൽ സുന്ദരമായ കാഴ്ച ആസ്വദിക്കാമെന്നതും മറ്റൊരു പ്രത്യേകതയാണ്. രാവിലെ 10 മുതൽ വൈകിട്ട് 5:30 വരെയാണ് പാർക്കിന്റെ പ്രവർത്തന സമയം. ജന്മദിന ആഘോഷങ്ങൾക്കും റീൽസ്, സേവ് ദ ഡേറ്റ്, ആൽബം ചിത്രീകരണത്തിനും മുൻകൂട്ടി ബുക്ക് ചെയ്യാനും സൗകര്യമുണ്ട്. വിനോദസഞ്ചാരികളെയും അതിഥി തൊഴിലാളികളെയും ഒപ്പം സ്വദേശികളെയും ഒരുപോലെ സ്വാഗതം ചെയ്യുകയാണ് ഗ്ലോറിയ സിൻസ്. പ്രായഭേദമന്യേ ഇവിടെ എത്തുന്നവർക്ക് ഏറെ ആകർഷണം തോന്നിക്കത്തക്ക വിധത്തിലാണ് ഗ്ലോറിയ സിൻസിൽ സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. കട്ടപ്പന നഗരസഭാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, നഗരസഭാ കൗൺസിലർമാർ, മർച്ചന്റ് അസോസിയേഷൻ കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ്, രാജേഷ് ബേബി, മാണി കൊച്ചുപുരയ്ക്കൽ തുടങ്ങിയവരും ഗ്ലോറിയ സിൻസിൽ സന്ദർശനം നടത്തി. കട്ടപ്പന ലയൺസ് ക്ലബ്, ഓസാനം സ്കൂൾ ലിയോ ക്ലബ്, ഡോൺ ബോസ്കോ സ്കൂൾ ലിയോ ക്ലബ് എന്നിവർ സംയുക്തമായി നടത്തുന്ന ഫുട്ബോൾ ടൂർണമെന്റ് ഡിസംബർ 31 നടക്കും. 1ാം സമ്മാനം നേടുന്ന ടീമിന് 15,000 രൂപയും എം കുര്യൻ ഒരപ്പാങ്കൽ എവറോളിംഗ് ട്രോഫിയും, 2ാം സമ്മാനം നേടുന്ന ടീമിന് 7,500 രൂപയും എവറോളിംഗ് ട്രോഫിയും നൽകും. കട്ടപ്പന ATS അരീനയിൽ വെച്ചാണ് മത്സരം നടക്കുന്നത്. കുട്ടികളിലും യുവജനങ്ങളിലുമുള്ള മയക്കുമരുന്നിന്റെ ഉപയോഗം ഇല്ലാതാക്കുക, മൊബൈൽ ഫോണിന്റെ ഉപയോഗം കുറയ്ക്കുക, സ്പോർട്സിലൂടെ അവരുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള കായികക്ഷമത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കട്ടപ്പന ലയൺസ് ക്ലബിന്റെയും ഓസാനം സ്കൂൾ ലിയോ ക്ലബിന്റെയും ഡോൺ ബോസ്കോ സ്കൂൾ ലിയോ ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഡിസംബർ 31 തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അന്നേ ദിവസമാണ് യുവജനങ്ങൾ ഏറ്റവും കൂടുതൽ അടിച്ചു പൊളിക്കുന്ന ഒരു ദിവസം. അന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം മയക്കുമരുന്നുകളുടെയും എല്ലാം ഏറ്റവും കൂടുതൽ ഉപയോഗം നടക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് അന്നാണ്. അപ്പം ഇതിനൊക്കെ എതിരെയായിട്ട് ഈ വർഷം നമ്മൾ 2 ഡോൺ ബോസ്കോ സ്കൂളിലും ഓസാനം സ്കൂളിലും സ്റ്റാർട്ട് ചെയ്ത ഈ ലിയോ ക്ലബ്ബുകളുടെ സഹകരണത്തോടെ നമ്മൾ വളരെ മികച്ച രീതിയിൽ ആ ടൂർണമെന്റ് സംഘടിപ്പിക്കുകയാണ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 20ഓളം പ്രമുഖ ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കും. സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ മയക്കുമരുന്നിനെതിരെയുള്ള മെസ്സേജ് സമൂഹത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് വളരെ ബൃഹത്തായ പദ്ധതി നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കട്ടപ്പന ലയൺസ് ക്ലബ്ബ് കഴിഞ്ഞ പുതുവത്സരത്തിൽ നമ്മൾ ഇതേപോലെ തന്നെ ഒരു പ്രോഗ്രാം നടത്തിയിരുന്നു. യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ്. ഇത്തവണയും നമ്മൾ പുതുവത്സര പുലരിയിൽ വൈകിട്ട് നേരത്ത് നമ്മുടെ യുവജനങ്ങളെ അവരുടെ ശ്രദ്ധ വേറൊരു തലത്തിലേക്ക്, സ്പോർട്സിലേക്ക്, ഗെയിംസിലേക്ക്, ക്രിയേറ്റീവായിട്ടുള്ള മാർഗങ്ങളിലേക്ക് തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയായിട്ടാണ് നമ്മൾ ഈ പ്രോജക്റ്റ് വിഭാവനം ചെയ്യുന്നത്. അന്നേ ദിവസം വൈകിട്ട് നമ്മുടെ മേഖലയിലുള്ള കുട്ടികളുടെ ടീമുകളുടെ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് നമ്മുടെ ഇവിടെ ഈ ട്രഫിൽ വെച്ച് നടത്തുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഈ ചുറ്റുപാടത്തുള്ള മിക്കവാറും യുവജനങ്ങളും കുട്ടികളും ഒക്കെ ഉൾപ്പെടുന്ന ടീമുകൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. വിജയികൾക്ക് ക്യാഷ് അവാർഡും ട്രോഫിയും നൽകും. മികച്ച കളിക്കാരൻ, മികച്ച ഗോൾ കീപ്പർ തുടങ്ങിയവർക്ക് ക്യാഷ് അവാർഡ് ഒരുക്കിയിട്ടുണ്ട്. ആദ്യമായിട്ട് പങ്കെടുക്കുന്നത് ലയൺസ് ഡിസ്ട്രിക്ട് തിരുവണ്ണാമലയുടെ സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണറായ ലയൺ KP പീറ്ററാണ്. അദ്ദേഹം തന്നെയാണ് സമ്മാനദാനം നിർവഹിക്കുന്നത്. ഇതിൽ 1ാം സമ്മാനാർഹരായ ടീമിന് 15,000 രൂപയും എം കുര്യൻ ഒരപ്പാങ്കൽ എവറോളിംഗ് ട്രോഫിയും ആണ് നൽകുന്നത്. 2ാം സമ്മാനം നേടുന്ന ടീമിന് 7,500 രൂപയും എവറോളിംഗ് ട്രോഫിയും ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ മികച്ച കളിക്കാരൻ, മികച്ച ഗോൾ കീപ്പർ തുടങ്ങിയവർക്ക് ക്യാഷ് അവാർഡ് ഉണ്ടായിരിക്കും. കട്ടപ്പന ബൈക്ക് ഫാക്ടറിയാണ് മുഖ്യ സ്പോൺസറായി നമ്മളോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കുന്നത്. കട്ടപ്പന ബൈക്ക് ഫാക്ടറിയാണ് മുഖ്യ സ്പോൺസർ. വാർത്താ സമ്മേളനത്തിൽ ജിബിൻ ജോസ്, ടോം സോജൻ, ജോയിൽ ജോജി, സാഹിൻ കാറ്റി, സന്തോഷ് ചാടനാട്ട്, MM ജോസഫ്, ജോസഫ് ജോണി, ശ്രീജിത്ത് ഉണ്ണിത്താൻ, അമൽ മാത്യു എന്നിവർ പങ്കെടുത്തു. ഇടുക്കിയുടെ മൈതാനങ്ങളിൽ വീണ്ടും കായിക വിനോദങ്ങളുടെ ആരവം ഉയരുന്നു. പൂപ്പാറ പുലരി ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് വോളിബോൾ മാമാങ്കത്തിന് തുടക്കമാകുന്നത്. ജനുവരി 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെ പൂപ്പാറ ഫ്ലഡ്ലൈറ്റ് സ്റ്റേഡിയത്തിൽ വോളിബോൾ മത്സരം നടക്കും. വോളി 2026 ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിശ്ചലമായ ഹൈറേഞ്ചിലെ കളിസ്ഥലങ്ങളിൽ വീണ്ടും ആവേശത്തിന്റെ ആരവങ്ങൾ ഉയരുകയാണ്. പൂപ്പാറ പുലരി ക്ലബ്ബാണ് മലയോര മേഖലയുടെ ആവേശമായ വോളിബോൾ മാമാങ്കത്തിന് തുടക്കം കുറിക്കുന്നത്. സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള പ്രമുഖ ടീമുകൾ പങ്കെടുക്കുന്ന മത്സരങ്ങൾ ജനുവരി 1-ാം തീയതി പൂപ്പാറ ഫ്ലഡ്ലൈറ്റ് സ്റ്റേഡിയത്തിൽ
വൈകിട്ട് 7 മണിക്ക് ആരംഭിക്കും. തീപാറുന്ന മത്സരങ്ങൾക്ക് ജലവിഭവ വകുപ്പ് മന്ത്രി ഋഷി അഗസ്റ്റിൻ തുടക്കം കുറിക്കും. ഉടുമ്പൻചോല MLA MM മണി മുഖ്യ അതിഥിയായി പങ്കെടുക്കും. ജനുവരി 1-ാം തീയതി മുതൽ പുലരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഹൈറേഞ്ചിലെ ഏറ്റവും വലിയ കായിക മാമാങ്കം എന്നറിയപ്പെടുന്ന വോളിബോൾ ടൂർണമെൻറ്റ് നടക്കുകയാണ്. കേരളത്തിലെ പ്രമുഖരായ ടീമുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. 8 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ വോളിബോൾ ടൂർണമെൻ്റാണ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. 8ഓളം ടീമുകൾ അണിനിരക്കുന്ന മത്സരം ജനുവരി 8-ാം തീയതി സമാപിക്കും. ആരംഭ ദിനത്തിൽ കാണികൾക്ക് ആവേശം പകർന്ന വനിതാ വോളിബോൾ മത്സരം നടക്കും. മത്സരങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പുലരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ വോളിബോൾ ടൂർണമെൻറ്റിന് 1-ാം സമ്മാനം നൽകിയിരിക്കുന്ന ബെന്നി പുള്ളോലിക്കൽ മെമ്മോറിയൽ ട്രോഫിയും 50,000 രൂപ ക്യാഷ് അവാർഡുമാണ്. അത് പുള്ളോലിക്കൽ ബ്രദേഴ്സാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2ാം സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് TV ബേബി തോമ്പ്രക്കുടി മെമ്മോറിയൽ എവറോളിൻ ട്രോഫിയും ജോണി കളപ്പുരയിൽ മെമ്മോറിയൽ എവറോളിൻ ട്രോഫിയുമാണ്. 2ാം സമ്മാനത്തെ തുക 30,000 രൂപയാണ് ക്യാഷ് അവാർഡായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകയിലെയും ടീമുകളാണ് ഇവിടെ ഏറ്റുമുട്ടപ്പെടുന്നത്. ഈ പരസ്പരം മാറ്റിയിരിക്കുന്നത് കർണാടകയിലെയും കേരളത്തിലെയും ടീമുകളാണ്. അതുപോലെ നമ്മുടെ ആദ്യ ദിവസം 1-ാം തീയതി നടക്കുന്ന ഈ വോളിബോൾ ഇതൊരു ഷോ മാച്ചായിട്ടാണ് നടത്തുന്നത്. അത് NG യൂണിവേഴ്സിറ്റി വിന്നർമാരും അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ടീമുകളുമായ വനിതാ ടീമുകളാണ് രണ്ടുപേരും മാറ്റിവെക്കുന്നത്. 1-ാം സമ്മാനം 50,000 രൂപയും 2-ാം സമ്മാനം 30,000 രൂപയുമാണ് നൽകുന്നത്. ജനുവരി 6, 7 തീയതികളിലായി സെമി ഫൈനൽ മത്സരവും 8-ാം തീയതി ഫൈനൽ മത്സരവും നടക്കും. ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മണിക്കാണ് മത്സരങ്ങൾ ആരംഭിക്കുക. കാണികൾക്കായി കൂപ്പൺ നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങളും നിരവധി സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് സംഘാടകരായ പ്രസിഡന്റ് NR അജി, സെക്രട്ടറി ദിബിൻ KR, ചെയർമാൻ ലിജു വർഗീസ്, കൺവീനർ സുരേഷ് വട്ടക്കുന്നിൽ എന്നിവർ അറിയിച്ചു. ശാന്തൻപാറ സർവീസ് സഹകരണ ബാങ്കിന്റെ 55ാമത് വാർഷിക പൊതുയോഗവും അനുമോദന ചടങ്ങും നടന്നു. ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷിക പൊതുയോഗം ജില്ലാ പഞ്ചായത്ത് അംഗം തിലോത്തമ സോമൻ ഉദ്ഘാടനം ചെയ്തു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പൊതുയോഗം മികച്ച കർഷകരെയും വിദ്യാർത്ഥികളെയും കുടുംബശ്രീ സ്വയം സഹായ സംഘങ്ങളെയും അനുമോദിക്കൽ എന്നിവയും നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം തിലോത്തമ സോമൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിലെ ആകെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ലോണുകൾ കൊടുക്കുവാൻ സന്നദ്ധമായിട്ട് വന്നിട്ടുള്ള ബാങ്കുകൾക്ക് നേട്ടമുണ്ടാകണമെങ്കിൽ അത്രയേറെ വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ബാങ്ക് ഒരു മികവുറ്റ രീതിയിലുള്ള പ്രവർത്തനം നടത്തി. എനിക്ക് തോന്നുന്നത് നമ്മുടെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്കുകളിൽ അല്ലെങ്കിൽ ഏറ്റവും 1-ാമത്തെ ബാങ്കായി തന്നെ ആയിരിക്കും ഇത് പ്രവർത്തിക്കുന്നത് എന്നാണ് ഈ റിപ്പോർട്ടിലൂടെ എനിക്ക് തോന്നിയിട്ടുള്ളത്. വാർഷിക പൊതുയോഗത്തിന്റെ ഭാഗമായി 2024-25 വർഷത്തെ റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു. 2026-27 വർഷത്തേക്കുള്ള ബജറ്റ് അവതരണവും ചർച്ചയും നടന്നു. വാർഷിക പൊതുയോഗത്തിന്റെ ഭാഗമായി ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലെ വിദ്യാലയങ്ങൾക്ക് പഠന സഹായ വിതരണവും നടന്നു. പ്രസിഡന്റ് VV ഷാജി അധ്യക്ഷനായിരുന്നു. ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ്, സേനാപതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അരുൺ അശോകൻ, ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനീഷ് ടി കൃഷ്ണൻ, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, ബാങ്ക് സെക്രട്ടറി KJ ടോമി, വ്യാപാരി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സേനാപതി മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സപ്തദിന ക്യാമ്പിന് രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. ക്യാമ്പിന്റെ ഉദ്ഘാടനം ഉടുമ്പൻചോല MLA MM മണി നിർവഹിച്ചു. സാമൂഹിക സേവനത്തിലൂടെ പഠനത്തിനപ്പുറം ജീവിത മൂല്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള അവസരമാണ് NSS പ്രവർത്തനങ്ങളിലൂടെ നടത്തുന്നത്. ഇനിയും ഒഴുകും മാനവ സ്നേഹത്തിൻ ജീവവാഹിനിയായി എന്ന ആശയത്തെ മുൻനിർത്തിയാണ് ഇത്തവണത്തെ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഫാദർ എൽദോസ് പോൾ പുൽപ്പറമ്പിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഉടുമ്പൻചോല MLA MM മണി ഉദ്ഘാടനം ചെയ്തു. ലോകത്തിന്റെ ചരിത്രം ജിതവിദേശം പരിശോധിച്ചാൽ, നൂറ്റാണ്ടുകളുടെ ചരിത്രം പരിശോധിച്ചാൽ സ്വന്തം കാര്യം എന്താണെന്ന് നോക്കുന്നത് എന്നുകൊണ്ട് അതോടൊപ്പം സമൂഹത്തിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി സമൂഹം ആ സമൂഹത്തിന് നൽകിയിരിക്കുന്ന സേവനം എന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ച എത്രയോ കോടിക്കണക്കിന് മഹാരഥന്മാരുണ്ട് നമ്മുടെ ലോകത്തെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കാം. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. മാൽസൺ ബേബി ഇലഞ്ഞിക്കൽ NSS സന്ദേശം നൽകി. ജോഷി കന്യാക്കുഴി, ബിനു പോൾ, ഡെയ്സി മാത്യു, പ്രിയ, KT കുഞ്ഞ, ഫാദർ മാത്യു കരോട്ടുകൊച്ചരക്കൽ, VS ബിജു തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി വിവിധ കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങളും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്.
കാഞ്ചിയാർ മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിനോടനുബന്ധിച്ച് ലഹരി വിരുദ്ധ റാലി സംഘടിപ്പിച്ചു. നിലാവ് 2025 എന്ന പേരിലാണ് കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്യാമ്പ് നടക്കുന്നത്. കുടുംബവും നാടും നശിപ്പിക്കുന്ന ലഹരിയോട് നോ പറയാം, ജീവിതമാകട്ടെ നമ്മുടെ ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ലഹരി വിരുദ്ധ റാലി നടത്തിയത്. ഇടുക്കി കവലയിൽ നിന്നും ആരംഭിച്ച റാലി ടൗൺ ചുറ്റി നഗരസഭാ മിനി സ്റ്റേഡിയത്തിൽ സമാപിച്ചു. ഞാൻ വർഗീസിനെ കാണാനിരിക്കുകയായിരുന്നു. എന്തൊരു മനപ്പൊരുത്തം! ഞാനും മാഷെ കാണാനിരിക്കുകയായിരുന്നു. വർഗീസ് ഇങ്ങനെ കുടിച്ച് നശിക്കുന്നു. വർഗീസിനെ കാത്ത് ഒരു കുടുംബമുണ്ട്. അവരുടെ ആശ്രയം താനാണ്. അതെ, വർഗീസ് കുടുംബത്തിലുള്ളവർക്ക് ഒരു മാതൃകയാവണം. ഉത്തരവ് വർഗീസേ, എന്തോ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അല്ലേലും ഈ മാഷന്മാരിങ്ങനെയാ, ഉപദേശിച്ച് കൊല്ലും. മാഷേ, എന്റെ മോനുണ്ടല്ലോ ഒരുത്തൻ, 3ലോ 4ലോ, അവൻ എങ്ങനെയാ പഠിപ്പില്? കൊള്ളാം, നല്ല ചോദ്യം. പഠിക്കാനുള്ള ഒരു അന്തരീക്ഷമെങ്കിലും വർഗീസ് നൽകാറുണ്ടോ? അവൻ എന്തിന്റെ കുറവാ മാഷേ? നല്ല ഉടുപ്പില്ലേ, പുസ്തകമില്ലേ, അതുകൊണ്ട് എല്ലാമായി അല്ലേ? മനസമാധാന അത് കൊടുക്കാറുണ്ടോ? മനസമാധാനം അത് കിട്ടാനാ ഈ വർഗീസ് കുറച്ച് മൂന്നുന്നത് മാഷേ. എന്നിട്ട് കിട്ടിയോ? മറ്റുള്ളവരുടെ മനസമാധാനം പോയി. വർഗീസേ, പകലന്തിയോളം പണിയെടുത്തു, ഒടുവിൽ കുടുംബത്തോടൊപ്പം ചേരുമ്പോൾ കിട്ടുന്ന സുഖമുണ്ടല്ലോ, അതാണ് യഥാർത്ഥ ജീവിത ലഹരി. കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ സുഗതൻ കരുവാറ്റ, നോവലിസ്റ്റ് എസ് പുഷ്പമ്മ എന്നിവർ ചേർന്ന് ജാഗ്രതാ ജ്യോതി തെളിയിക്കുകയും സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. ബോധവാനായ ഒരു പൗരനായി മദ്യവും മയക്കുമരുന്നുകളും പുകയിലയും ഉൾപ്പെടെയുള്ള എല്ലാ ലഹരി വസ്തുക്കളിൽ നിന്നും അകലം പാലിക്കുമെന്ന് ഇതോടെ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ പ്രദീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. വലിയ കൊലപാതകങ്ങളും മോഷണങ്ങളും പിടിച്ചുപറികളും ബലാത്സംഗങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ അരങ്ങേറുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് ലഹരി എന്ന മാരകമായ വിപത്താണ് എന്ന വസ്തുത നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ വീടുകളിൽ ഈ ലഹരിയുടെ ഫലമായുള്ള തിക്തഫലങ്ങൾ നമ്മളൊക്കെ അനുഭവിക്കുന്നവരാണ്. എത്രയോ കുഞ്ഞുങ്ങൾ അവരുടെ കണ്ണീര് ഈ ലഹരിയുടെ കാണാപ്പുറത്ത് വീണുകിടപ്പുണ്ട്. തുടർന്ന് NSS യൂണിറ്റ് അവതരിപ്പിച്ച തെരുവ് നാടകവും അരങ്ങേറി. PTA പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളിയിൽ, പ്രിൻസിപ്പൽ സുരേഷ് കൃഷ്ണൻ KL, വോളണ്ടിയർ ലീഡർ ആദിത്യ സാബു, ഷിയാസ് AK, അജി മാരിൽ തുടങ്ങിയവർ സംസാരിച്ചു. കള്ളിമലി ശ്രീ ഭദ്രകാളി ദേവീക്ഷേത്രത്തിൽ കഴിഞ്ഞ 6 ദിവസങ്ങളായി നടന്നുവന്ന ഉത്സവം സമാപിച്ചു. ക്ഷേത്രം തന്ത്രി വൈക്കം മോനാട്ടില്ലത്ത് കൃഷ്ണൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി ശിവപ്രസാദ് എംബ്രാന്തിരി എന്നിവർ പൂജാകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. രാജാക്കാട് ക്ഷേത്രത്തിൽ നിന്നും ഗജവീരന്റെയും ചമയ വേഷങ്ങളുടെയും തിറയുടെയും വിവിധ വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ നടത്തിയ താലപ്പൊലി ഘോഷയാത്രയ്ക്ക് രാജാക്കാട് ടൗണിൽ മതസൗഹാർദ്ദ കൂട്ടായ്മ ഭാരവാഹികൾ സ്വീകരണം നൽകി. കൺവീനർ ഫാദർ മാത്യു കരോട്ടുകുച്ചറയ്ക്കൽ, കോർഡിനേറ്റർ VS ബിജു, സാബു വാവലക്കാട്ട, ജമാൽ ഇടശ്ശേരിക്കുടി, VC ജോൺസൺ, ബിനോയ് കുനമ്മാക്കൽ, സജി പൂവത്തിങ്കൽ, രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിബിൻ ചെറുതാനി തുടങ്ങിയവർ സംസാരിച്ചു. ഘോഷയാത്ര ക്ഷേത്ര സന്നിധിയിലെത്തിയ ശേഷം പ്രത്യേക പൂജകൾ നടന്നു. KHRI വനിതാ വിംഗ് രാജാക്കാട് യൂണിറ്റ് അവതരിപ്പിച്ച കൈകുട്ടിക്കളി, പള്ളിവേട്ട, നാട്ടുകൂട്ടം ബോയ്സിന്റെ കരോക്കി ഗാനമേള എന്നിവയും നടന്നു. ആറാട്ട് മഹോത്സവത്തോടെയാണ് ഉത്സവ പരിപാടികൾ സമാപിച്ചത്. ക്ഷേത്രം പ്രസിഡന്റ് അനൂപ് S നായർ, സെക്രട്ടറി MN മണികണ്ഠൻ, ഉത്സവ കമ്മിറ്റി ചെയർമാൻ AV സുരേന്ദ്രൻ, കൺവീനർ PB മുരളീധരൻ നായർ എന്നിവർ നേതൃത്വം നൽകി. നെടുങ്കണ്ടം തേർഡ് ക്യാമ്പിൽ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. കോൺഗ്രസ് പാമ്പാടുംപാറ പഞ്ചായത്ത് 6ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം സംഘടിപ്പിച്ചത്. പാമ്പാടുംപാറ പഞ്ചായത്ത് 6ാം വാർഡിൽ വിജയിച്ച ആൻസമ്മ മാത്യു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധി ഷൈജ സണ്ണി, പാമ്പാടുംപാറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് BC അനിൽകുമാർ എന്നിവർക്കാണ് കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരണം നൽകിയത്. തേർഡ് ക്യാമ്പ് 30 ഏക്കറിൽ നടന്ന സ്വീകരണ യോഗം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടോമി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായിട്ടും നമുക്ക് പഞ്ചായത്ത് നല്ല ഭൂരിപക്ഷമുണ്ട്, 13 അംഗങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ വികസന കാര്യങ്ങളിലൊക്കെ നമ്മൾ ചിട്ടയായ പ്രവർത്തനം നടത്തും. ഫണ്ടുകളൊക്കെ നമ്മൾ എത്തേണ്ട സ്ഥലത്ത്, പ്രത്യേകിച്ച് നമുക്ക് കോളനിയാണ്, പ്രത്യേക പരിഗണന നമുക്ക് തരും. ഉറപ്പാണ് ഡേജി, ഉറപ്പാണ് നമുക്ക് ഈ മേഖലയിലൊക്കെ നല്ല വികസന കാര്യത്തിൽ ഇപ്പം സന്തോഷമായിട്ടും സൂചിപ്പിച്ചു നമുക്ക് എന്തൊക്കെയാണ് അവിടെ ചെയ്യേണ്ടതെന്നുള്ള ഒരു കൂടിയാലോചനയൊക്കെ നടത്തും. അപ്പം നമുക്ക് മൊത്തം ചിലപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല. അവിടെ നിന്ന് വരുന്ന പദ്ധതികൾ കൂടുതലായിട്ട് നമുക്ക് കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യണം. TK കുഞ്ഞുമോൻ അധ്യക്ഷനായിരുന്നു. യോഗത്തിൽ C സന്തോഷ് കുമാർ, ജോയി വർഗീസ്, മോഹനൻ കല്ലാർ, KJ ജോസഫ്, ലതാ ചന്ദ്രൻ, സിന്ധു തങ്കപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു.
സേനാപതി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കുടുംബസംഗമവും ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷവും നടന്നു. ക്ലബ് പ്രസിഡന്റ് VR രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സമുദായ ഐക്യവും കുടുംബ ബന്ധങ്ങളുടെ ശക്തിയും സംരക്ഷിക്കുന്ന ഇത്തരം കൂട്ടായ്മകൾ സാമൂഹ്യ വളർച്ചയ്ക്ക് അനിവാര്യമാണെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ക്ലബ് പ്രസിഡന്റ് VR രാജേഷ് പറഞ്ഞു. നമുക്കറിയാം, ഓരോ ക്രിസ്മസും സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും നിറവുകളായാണ് നമ്മളിലൂടെ കടന്നുപോകുന്നത്. അതോടൊപ്പം തന്നെ ഒരു ലയൺ മെമ്പർ എന്ന നിലയിൽ, അല്ലെങ്കിൽ ലയൺസ് ക്ലബ് മെമ്പേഴ്സ് എന്ന നിലയിൽ, ലയൺസ് ക്ലബിന്റെ അംഗങ്ങൾ എന്ന നിലയിൽ നമ്മളെ സംബന്ധിച്ച് ഈ സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും ഒപ്പം സഹാനുഭൂതിയുടെയും മറ്റുള്ളവരുടെ കണ്ണീരൊപ്പുന്നതിന്റെയും അവരുടെ വേദനകൾ പങ്കുവെക്കുന്നതിന്റെയും അവരുടെ വേദനകളിൽ നമ്മൾ പങ്കുചേരുകയും ആ വേദനകൾ അകറ്റാൻ ഒരു ഇഞ്ച് സഹായം കൈനീട്ടി നൽകാൻ കഴിയുകയും ചെയ്യാൻ കഴിയുന്ന ആ ഒരു കാഴ്ചപ്പാടിലാണ് നമ്മൾ ഈ ക്രിസ്മസിന് എല്ലാ ക്രിസ്മസിനും എല്ലാ ആഘോഷങ്ങളുടെ മുഖ്യ ആകർഷണമായി സാന്താക്ലോസ് മുഖ്യ അതിഥിയായി വേദിയിലെത്തി. കുട്ടികൾക്കൊപ്പം മുതിർന്നവരും സന്തോഷത്തോടെ സാന്താക്ലോസിനെ സ്വീകരിച്ചു. ക്രിസ്തുമസ് ന്യൂ ഇയർ സമ്മാനമായി എല്ലാവർക്കും കേക്കുകൾ വിതരണം ചെയ്തു. കേക്ക് മുറിച്ചാണ് ആഘോഷങ്ങൾക്ക് ഔദ്യോഗികമായി തുടക്കം കുറിച്ചത്. വിവിധ കലാപരിപാടികളും കുട്ടികളുടെ പ്രകടനങ്ങളും വിനോദ പരിപാടികളും ആവേശം പകർന്നു. മാജിക് ഷോയും ഒരുക്കിയിരുന്നു. സേവന പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിൽ ശ്രദ്ധേയമായ സാന്നിധ്യമുള്ള സേനാപതി ലയൺസ് ക്ലബിന്റെ ഈ ആഘോഷം സ്നേഹത്തിന്റെയും പങ്കിടലിന്റെയും പുതുവത്സരത്തിന്റെ പ്രതീക്ഷകളുടെയും സൗഹൃദത്തിന്റെയും പ്രതിഫലനമായി. ബേസിൽ വർഗീസ്, ബിജു PP, മനോജ് KK, ജോർജ് കുര്യൻ എന്നിവർ നേതൃത്വം നൽകി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. ജീവി എത്ര ചെറുതാണെങ്കിലും ജീവൻ വലുതാണെന്ന കാഴ്ചയാണ് തങ്കമണിയിൽ നിന്നും 2 യുവാക്കൾ കാണിച്ചു തരുന്നത്. ആഴമേറിയ കിണറ്റിലകപ്പെട്ട കുഞ്ഞൻ പൂച്ചയെ രക്ഷപ്പെടുത്തിയാണ് ജീവന്റെ വിലയും സഹജീവി സ്നേഹവും ഇവർ കാണിച്ചു തന്നത്. തങ്കമണി കാറ്റാടിക്കവല നിലൻകുഴിയിൽ ഷൈജു പ്രഭാകരന്റെ വീട്ടുമുറ്റത്തെ കിണറ്റിൽ വീണ പൂച്ചക്കുഞ്ഞിനെയാണ് യുവാക്കൾ സാഹസികമായി രക്ഷിച്ചത്. ജീവി എത്ര ചെറുതാണെങ്കിലും ജീവന് വലിയ വില നൽകേണ്ടത് സമൂഹത്തിന്റെ കടമയാണെന്ന ഓർമ്മപ്പെടുത്തലാണ് തങ്കമണിയിൽ 2 യുവാക്കൾ കാണിച്ചു തന്നത്. ആഴമേറിയ കിണറ്റിലകപ്പെട്ട കുഞ്ഞൻ പൂച്ചയെയാണ് യുവാക്കൾ അതിസാഹസികമായി രക്ഷപ്പെടുത്തിയത്. തങ്കമണി കാറ്റാടിക്കവല നിലൻകുഴിയിൽ ഷൈജു പ്രഭാകരന്റെ വീട്ടുമുറ്റത്തെ ആഴമേറിയ കിണറ്റിലാണ് പൂച്ചക്കുഞ്ഞകപ്പെട്ടത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട ഷൈജു അയൽവാസിയായ കദളിക്കാട്ട് സജോ വർഗീസുമായി ചേർന്ന് ജീവൻ രക്ഷിക്കുവാൻ ഇറങ്ങുകയായിരുന്നു. ഫയർഫോഴ്സിനെ വിവരമറിയിക്കുവാൻ ശ്രമിച്ചെങ്കിലും അതിന് കാത്തുനിന്നാൽ പൂച്ചക്കുഞ്ഞിന്റെ ജീവൻ നഷ്ടമാകുമെന്ന തോന്നലാണ് സജോ വർഗീസ് തന്റെ ജീവൻ പണയം വെച്ച് കിണറ്റിലേക്ക് ഇറങ്ങിയത്. കിണറ്റിനുള്ളിൽ 1 മണിക്കൂറിലേറെ സമയം പണിപ്പെട്ടാണ് പൂച്ചയെ പിടികൂടാൻ കഴിഞ്ഞത്. കയറിട്ട് കൊടുത്തും ബക്കറ്റ് കെട്ടിയിറക്കിയും ചാക്ക് കെട്ടിയിറക്കിയും ഒക്കെ പൂച്ചയെ കയറ്റുവാനുള്ള ശ്രമം പല ഘട്ടങ്ങളിലും പാഴായി. ഒടുവിൽ ക്ഷീണിതനായ പൂച്ച ഓട്ടം നിർത്തിയതോടുകൂടി സജോയ്ക്ക് പിടികൂടുവാൻ കഴിഞ്ഞു. മേഖലയിൽ പരിചയമില്ലാതെ വഴിതെറ്റി വന്ന ഒരു പൂച്ച അബദ്ധത്തിൽ കിണറ്റിൽ അകപ്പെടുകയായിരുന്നു. ആരുടേതാണ് വളർത്ത പൂച്ചയെന്ന് അറിയില്ലെങ്കിൽ പോലും ഒരു കുഞ്ഞു ജീവൻ രക്ഷിക്കുവാൻ കാണിച്ച ആ നല്ല മനസ്സിനെ അഭിനന്ദിച്ചേ മതിയാകൂ. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. ക്ലൈമറ്റ് നാച്ചുറൽ സ്പൈസസ് ഏലക്ക ലേല വിവരം. ആകലോട്ടം 124, വിൽപ്പനയ്ക്ക് വന്നത് 23,895, വിൽപ്പന നടന്നത് 23,414, കൂടിയ വില 2,940, ശരാശരി വില 2,456. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 685 രൂപ, ഏലം കൂടിയ വില
2400, ഏലം ശരാശരി 2200, കാപ്പിപ്പരിപ്പ് 440, ഗ്രാമ്പു 850, കൊക്കോ 90, റബ്ബർ 175. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 12,870 രൂപ, വെള്ളി 281. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എല്ലാ പ്രമുഖ കമ്പനികളുടെയും കാർഷിക യന്ത്രോപകരണങ്ങൾ ഇനി AN ഏജൻസീസിൽ നിന്നും. AN ഏജൻസീസ്, പുളിക്കൽ ബിൽഡിംഗ്, ബൈപ്പാസ് റോഡ്, ഇടുക്കി കവല, കട്ടപ്പന. അംഗപരിമിതിയായ യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ പ്രതിക്ക് 10 വർഷം കഠിന തടവും 2 ലക്ഷം രൂപ പിഴയും. തൊടുപുഴ അഡീഷണൽ സെഷൻസ് ജഡ്ജി ലൈജമോൾ ഷെരീഫ് ശിക്ഷിച്ചത് കോതമംഗലം കവളങ്ങാട് കല്ലിങ്കൽ ഷിബു ആന്റണിയെ. കട്ടപ്പന നഗരസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ വാക്കുതർക്കത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് വെട്ടേറ്റു. പരിക്കേറ്റത് കുന്തളമ്പാറ വട്ടുകുന്നിൽപ്പടി പുത്തൻപുരയ്ക്കൽ പ്രിൻസിന്. ഇയാളെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സുഹൃത്തുക്കളെ വിശ്വസിപ്പിക്കാൻ മുള്ളം പന്നിയുടെ ഇറച്ചിക്കൊപ്പം മുള്ളും സൂക്ഷിച്ച അന്യസംസ്ഥാന തൊഴിലാളി പിടിയിൽ. കട്ടപ്പന പോലീസ് പിടികൂടിയത് ബീഹാർ സ്വദേശിയായ തൊഴിലാളിയെ. ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ് ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം തൊടുപുഴ മങ്ങാട്ടുകവലയിൽ നടന്നു. ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് കുട്ടികളെയും യുവജനങ്ങളെയും രക്ഷിക്കേണ്ടത് സമൂഹത്തിന്റെ കൂട്ടായ ചുമതലയാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.